CHR വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ഇടുക്കിയിലെ കോൺഗ്രസ് നേതൃത്വം. ഏലമലക്കാടുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ വ്യക്തമായ വിവരങ്ങൾ നൽകിയില്ല എന്നും ഇത് പട്ടയ നടപടികളെ അടക്കം പ്രതികൂലമായി ബാധിച്ചു എന്നുമാണ് കുറ്റപ്പെടുത്തൽ. പിഴവുകൾ തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യവും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചു. 1897 തിരുവിതാംകൂർ സർക്കാർ CHR ആയി വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് 15,720 ഏക്കർ ഭൂമിയാണ്. സുപ്രീം കോടതിയെ സമീപിച്ച പരിസ്ഥിതി സംഘടന നൽകിയ ഹർജിയിലാകട്ടെ CHR വിസ്തീർണം 2,15,720 ഏക്കറും. ഇത് ശരിവെക്കും വിധമുള്ള നിലപാടുകളാണ് വനം റവന്യൂ വകുപ്പുകൾ സ്വീകരിക്കുന്നത്. ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലായി ഏലമലക്കാടുകളുടെ ആകെ വിസ്തീർണം 2,64,855 ഏക്കറാണെന്ന് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലത്തിലും പറയുന്നു. 2016 മുതൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളാണ് സ്ഥിതി രൂക്ഷമാക്കിയതെന്നാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. കോടതി പലതവണ പറഞ്ഞു കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ ഹാജരാക്കണം, കൃത്യമായ നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്ന്. അങ്ങനെയൊന്നും നിലപാട് സ്വീകരിക്കാതെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സർക്കാർ ചോദിച്ചു വാങ്ങിയതാണ് പട്ടയ വിതരണം തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ്. അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ സമീപനം മാറ്റിയില്ല എങ്കിൽ, യഥാർത്ഥ വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ തയ്യാറായില്ല എങ്കിൽ ഈ കേസിൽ കർഷകർക്ക് തിരിച്ചടി ഉണ്ടാകും. CHR ഭൂമിക്ക് പട്ടയം നൽകുന്നത് 2009 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെന്ന കാര്യം സർക്കാർ മറച്ചുവെച്ചെന്നും 2007 സത്യവാങ്മൂലം അതേപടി ആവർത്തിച്ചത് പട്ടയ നടപടികളെ പ്രതികൂലമായി ബാധിച്ചെന്ന ആരോപണവും ശക്തമാണ്. ഏലമലക്കാടുകളിൽ മരങ്ങളുടെ ഉടമസ്ഥാവകാശം വനംവകുപ്പിനും ഭൂമിയുടെ അവകാശം റവന്യൂ വകുപ്പിനുമാണ്. വനഭൂമിയാണോ എന്നതിൽ വ്യക്തത വരാനിരിക്കെ ജില്ലയിൽ കൃഷിഭൂമി ഉൾപ്പെടെ 1,100 ഏക്കർ റിസർവ് വനമാക്കിയത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. മീഡിയ 1 ഇടുക്കി.